ചെഫുകാരുടെ ഡിഷായി. അതായത് ഒരു സാലഡ്, ഒരു സ്റ്റേക്ക്, ഗ്രില്ല് സോട്ട് ചെയ്ത സ്റ്റേക്ക്. ലിസാസ് ഫ്ലേവേഴ്സ് കൂടെ ഷെയർ ചെയ്യുന്നത് ഒരു LCHF ഡയറ്റിന് പറ്റിയൊരു ഡിഷാണ്. അതായത് ഇപ്പോൾ ഭയങ്കര ക്വൈറ്റ് കോമൺ ആണ് LCHF ഡയറ്റ്. അതായത് ലോ കാർബോഹൈഡ്രേറ്റ്സ് ഹൈ ഫാറ്റ് ഡയറ്റാണ്. അതുകൊണ്ട് ഒത്തിരി രോഗങ്ങൾക്കും വെയിറ്റ് കുറയാനും ഉപകാരപ്രദമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക ഡിഷാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് ബീഫിൻ്റെ ഒരു ഡിഷാണ് ഇത്. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് ബീഫ് ടെൻഡർലോൺ എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഓസ്ട്രേലിയൻ വാഗു ബീഫാണ്. ഇത് ഓൾമോസ്റ്റ് വേൾഡിലെ ഏറ്റവും നല്ല ടേസ്റ്റിയസ്റ്റ് ബീഫാണ്. ഇപ്പം അതിൻ്റെ അഴുക്കൊക്കെ കളയുന്നതും അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ മുകളിലുള്ള ആ ഫാറ്റ് പോർഷൻ പോലത്തെ നാല് പോലത്തെ ഉള്ളതെല്ലാം കണ്ടോ, കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്താൽ അത് ക്ലീൻ ചെയ്ത് മാറ്റാം. നമുക്ക് സ്റ്റേക്കിന് അല്ലെങ്കിൽ സ്റ്റിർ ഫ്രൈക്ക്, ചൈനീസിന് എല്ലാത്തിനും ഉപയോഗിക്കാം. ഇപ്പം നാട്ടിൽ കേരളത്തിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ വെച്ചാൽ നമ്മൾ വാഗു ബീഫല്ല, നമ്മൾ നോർമൽ ബീഫിൻ്റെ കൂമ്പെന്ന് പറഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ ബുച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി, അവർ ആ പോർഷൻ എടുത്ത് തരും. അതാണെങ്കിലും നമുക്ക് പ്രഷർ കുക്കറിലൊന്നും അധികം വേവിക്കണ്ട, നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് മസ്റ്റേർഡൊക്കെ വെച്ച് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി കുക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ബീഫാണ്. ആ വാഗു ബീഫിൻ്റെ സ്റ്റേക്കിൻ്റെ ഹെഡ് പോർഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേറൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ടെയിൽ പോർഷനാണ്, അത് രണ്ടും മുറിച്ച് മാറ്റണം. അപ്പോഴാണ് നമുക്ക് നല്ല ഷേപ്പിൽ നല്ല റൗണ്ട് സ്ലൈസസ് ആയിട്ട് നമുക്ക് സ്റ്റേക്കിൻ്റെ പീസസ് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് രണ്ടും നമുക്ക് സ്റ്റിർ ഫ്രൈക്ക് യൂസ് ചെയ്യാം. ബാക്കി ഇതേ സ്റ്റോക്കിനുള്ള സോസ് ഉണ്ടാക്കാനുള്ളത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് കുറച്ച് മീറ്റ് പോർഷൻസും ഉണ്ടാവും, അത് നമുക്ക് സ്റ്റിർ ഫ്രൈക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ചെറിയ കുറച്ച് ബ്രോഡായിട്ട് ഉള്ള റൗണ്ട് പീസസ് ആയിട്ടാണ് നമ്മൾ സ്റ്റേക്കിന് എടുക്കുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഇതിനധികം കുക്കിംഗ് ടൈമൊന്നുമില്ല. നല്ല പാനിൽ വെച്ചിട്ട് രണ്ട് സൈഡും നല്ലതായിട്ട് കുറച്ച് ഹൈ ഹീറ്റിലിടുക. അതിനൊരു മാക്സിമം ഒരു 2 to 3 മിനിറ്റ്സ് ഉള്ളൂ ഇതിൻ്റെ കുക്കിംഗ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് നമുക്ക് സ്റ്റേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ റൗണ്ട് പീസസ് ആയിട്ട് എല്ലാം നമുക്ക് മുറിച്ചെടുക്കാം. ഇന്നിപ്പോൾ ഞാൻ ആ ഫ്രഷ് വാഗു ബീഫ് ഒരു സിമ്പിൾ ഫ്രൈ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു അര സവാള ഇപ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്ത് വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ടെയിൽ പോർഷനാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വാഗു ബീഫിൻ്റെ. അതൊരു ക്യൂബ്സായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവാളയും ഗാർലിക്കും വാഗു ബീഫും കൂടെ ഇട്ടിട്ട് അത് ഞാൻ കുക്ക് ചെയ്ത് വരുന്നത് കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്, നല്ല ഹൈ ഹീറ്റ് വേണം പാനിന്. പിന്നെ നമ്മൾ ഈ വാഗു ബീഫ് ഉണ്ടാക്കുമ്പം അധികം നമ്മുടെ മസാലാസ് ഒന്നും ആഡ് ചെയ്യണം, ജസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ. അതാണ് അതിൻ്റെ ആ മീറ്റിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ അത് മാത്രം മതി. അപ്പോൾ അങ്ങനെ സിമ്പിളൊരു സ്റ്റിർ ഫ്രൈ ആണ് ഇത്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ ഒരു സാലഡ് നിലങ്ങളുണ്ടെങ്കിൽ നല്ലൊരു ഡിഷായി. ആ മീറ്റിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയും. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല. ഓണിയൻ, ഗാർലിക്, ക്രഷ്ഡ് പെപ്പർ. അത് പെപ്പർ പൊടിയല്ല, നമ്മൾ ഹോൾ പെപ്പർ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി. വാഗു ബീഫ്, സോൾട്ട്, ഓയിൽ, ഇത്രയും ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. പക്ഷേ ഒരു സാലഡിൻ്റെ കൂടെ ഇത് കഴിച്ചാൽ നല്ല ബീഫിൻ്റെ ടേസ്റ്റും കിട്ടും, നല്ല ഹെൽത്തിയുമാണ്. മസാലാസൊന്നും ഇല്ലാത്ത നല്ല സ്റ്റിർ ഫ്രൈ വാഗു ബീഫ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ നമുക്ക് കാണാം, കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഒരു ലൈറ്റ് ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട്. ഇത് കുറച്ച് വലിയ പീസായിട്ടാണ് മുറിച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരു 2 to 3 to 4 മിനിറ്റ്സ് എടുക്കും അതൊന്ന് കുക്ക് ചെയ്യാനായിട്ട്. അത്രയേ ഉള്ളൂ. വേറെ പ്രഷർ കുക്കർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. നല്ല നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും നല്ല അലുവ പോലെ ഇരിക്കും, അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും ഈ ബീഫ്. അപ്പോൾ കിട്ടുന്നവർ ഇതേപോലെ ടെൻഡർലോൺ ബീഫ് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് വലുതായിട്ട് മുറിക്കുന്നത് തന്നെ അതിൻ്റെ അകം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചെറുതായിട്ട് കഴിഞ്ഞാൽ അത് അത്രയും സോഫ്റ്റ് ആവില്ല. ഒരു ഹോൾ പീസായിട്ട് ക്യൂബ്സായിട്ട് ഇരിക്കുമ്പോൾ പുറം നല്ല മൊരിഞ്ഞിരിക്കും, അകം വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇതിന് പിന്നെ 3 ടൈപ്പ് ഓഫ് കുക്കിംഗ് മെത്തേഡ്സ് അല്ല, അതിൻ്റെ കുക്ക് ചെയ്യുന്ന മെത്തഡുണ്ട്. അതായത് നമ്മൾ റെയർ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബ്ലഡ് ഇറങ്ങി വരണം. അതായത് അമേരിക്കൻസൊക്കെ യൂറോപ്യൻസൊക്കെ അങ്ങനെയാണ് കഴിക്കുന്നത് റെയർ. പിന്നെ മീഡിയം റെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു റെഡ് കളർ അകത്ത് ചെറുതായിട്ട് കാണും. വെൽ ഡൺ എന്ന് പറഞ്ഞാൽ ഈ പുറത്തെ കളർ തന്നെയായിരിക്കും അകത്ത്.
നമ്മൾ സാധാരണ ഇന്ത്യൻസ് എല്ലാവരും വെൽഡൺ ആയിട്ടാണ് കഴിക്കുന്നത്. ഇത് 3 ടൈപ്സ് ഓഫിൽ ഇതിങ്ങനെ ഉണ്ടാക്കി സ്റ്റേക്സ് ഉണ്ടാക്കുമ്പം കഴിക്കാറുണ്ട്. ഹോട്ടലിൽ അവർ ചോദിക്കും ഏത് മെത്തേഡ് ഓഫ് കുക്കിങ്ങാണ് വേണ്ടത്, റെയർ വേണോ, മീഡിയം വേണോ, വെൽഡൺ വേണോ എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ടേസ്റ്റിനും രുചിക്കും അനുസരിച്ച് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുക. ശരിക്കും മീഡിയം റെയറാണ് ഞാനൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ ചെറിയൊരു പിങ്ക് കളർ കാണും, പക്ഷേ നല്ല ടേസ്റ്റുമാണ് അത്.